സംസ്ഥാനത്തെ വികസന രാഷ്ട്രീയത്തെ ചൊല്ലിക്കൊണ്ട് ഭരണ പ്രതിപക്ഷ പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. വികസന പദ്ധതികളെ പ്രതിപക്ഷം അന്ധമായി എതിർക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾക്ക് ചരിത്രവും കണക്കുകളും നിരത്തി മറുപടി നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓരോ ചോദ്യത്തിനും അക്കമിട്ട മറുപടി നൽകിയ സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയെ പരസ്യമായൊരു സംവാദത്തിന് വെല്ലുവിളിക്കുക കൂടി ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച 12ഓളം ചോദ്യങ്ങൾ UDFനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ വിഴിഞ്ഞം, ഗെയിൽ, ദേശീയപാത, കമ്പ്യൂട്ടർവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ CPM മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ നേരിട്ടത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തുവെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് പഴയ 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന ആരോപണം ഉയർത്തിയത് ആരാണെന്ന് വി.ഡി. സതീശൻ തിരിച്ച് ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതിയെ എതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ക്രെഡിറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന് UDF കൺവീനർ പറഞ്ഞതെന്ന ആരോപണത്തെ സതീശൻ തള്ളി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് വിവിധ പദ്ധതികളിലൂടെ 4.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ലൈഫ് എന്ന പേരിടുക മാത്രമാണ് LDF ചെയ്തത് എന്നും അദ്ദേഹം വാദിക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുടിശ്ശിക തീർത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് പയറ്റിയത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമായിട്ട് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കിഫ്ബിയാണ്. ബജറ്റിന് പുറത്ത് ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുക്കുന്ന കിഫ്ബി സംസ്ഥാനത്തെ കടക്കണിയിലാക്കുമെന്നും മസാല ബോണ്ട് വഴി സാമ്പത്തിക മിസ് മാനേജ്മെന്റാണ് നടക്കുന്നതെന്നും സതീശൻ മറുപടിയിൽ കൃത്യമാക്കുന്നു. കിഫ്ബി വഴി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും നടപ്പിലായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചില്ല എന്ന സൂചന മുഖ്യമന്ത്രി നൽകുമ്പോൾ ജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും പക്ഷത്ത് നിന്നും അതിനെ എതിർക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉറപ്പിക്കുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെ വയനാട് തുരങ്കപാതയെയും തീരദേശ ഹൈവേയും നടപ്പിലാക്കുന്നതിലെ വിയോജിപ്പും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായ PR ഏജൻസിയുടെ ഇടപെടലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. CPM സൈബർ ഗുണ്ടകൾക്ക് വേണ്ടി AKG സെന്ററിൽ നിന്നും പടച്ചുവിടുന്ന ക്യാപ്സ്യൂളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് വിതരണം ചെയ്യരുത് എന്ന രൂക്ഷമായ ഭാഷയിലാണ് സതീശന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ചോദ്യങ്ങൾക്കപ്പുറം വിഷയങ്ങൾ മുഖാമുഖം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്നത്. വികസന വിരുദ്ധത എന്ന ടാഗ് ലൈൻ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വയനാട് ദുരന്ത ബാധിതർക്കുള്ള വീട് നിർമ്മാണം, സഹകരണ മേഖലയിലെ പ്രതിസന്ധി, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ച് സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഉഗ്രൻ നീക്കം. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ ഈ വിശദമായ മറുപടി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. ഇതിനു മുൻപ് മുഖ്യന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് KC വേണുഗോപാലും ഒരു തുറന്ന യുദ്ധത്തിന് രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇനി നേരിട്ടുള്ള സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സത്യത്തിൽ സ്വർണ്ണക്കടത്ത് ഒന്നല്ല, രണ്ടെണ്ണത്തിന് മുഖ്യൻ ഉത്തരം കൊടുക്കാൻ കിടക്കുന്നതേയുള്ളൂ എന്നതാണ് സത്യം. പണ്ട് സ്വപ്ന സുരേഷ് വഴി കടത്തിയ സ്വർണത്തിനൊക്കെ ആര് ഉത്തരം പറയും? ഇതെല്ലാം കൂടി കൂട്ടിയും കിഴിച്ചുമുള്ള കൃത്യമായ ചോദ്യങ്ങളായിരിക്കും പ്രതിപക്ഷം ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാകാതെ മുഖ്യൻ വെള്ളം കുടിക്കും.